കഴിഞ്ഞ സോപ്പിൽ വന്നൊരു പേഷ്യന്റ് ചോദിച്ചു, മാഡം റുബെല്ല വാക്സിൻ ഞാൻ എടുത്തിട്ടില്ല, പ്രഗ്നൻസിയിലെ റുബെല്ല വാക്സിൻ എടുക്കാവോ, എന്താണ് അതിന്റെ കുഴപ്പം? ഞാൻ ഡോക്ടർ ലിസമ്മ ജോസഫ്, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, അപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്, എറണാകുളം മെഡിക്കൽ സെന്റർ, NH ബൈപ്പാസ്, പാലാരിവട്ടം. ഒരു സാധാരണ ഡൗട്ടാണ്, ഈ റുബെല്ല വാക്സിൻ എടുത്തില്ലോ? അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. കാരണം റുബെല്ല വാക്സിൻ സാധാരണ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. 13-15 മാസത്തിനിടയ്ക്ക് ഒരു ഡോസും പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസുമാണ് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിന് MMR വാക്സിൻ എന്നാണ് പറയുന്നത്. ഇൻ കേസ് വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ അത് പീഡിയാട്രീഷ്യന്മാരാണ് ആ കുട്ടികളുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഈ MMR വാക്സിൻ പെടുത്തിയിരിക്കുന്നത്. ചില കേസുകളിൽ ഞങ്ങളുടെ പ്രഗ്നൻസി വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്രഗ്നൻസി ടെസ്റ്റിന്റെ കൂടെ തന്നെ ഈ റുബെല്ലയുടെ IgM ചെക്ക് ചെയ്യും. IgG എല്ലാവർക്കും പോസിറ്റീവ് ആണ്. അന്ന് മീൻസ് ഓൾറെഡി ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ്, ആന്റിബോഡി നമ്മുടെ ശരീരത്തിലുണ്ട്, നോ പ്രോബ്ലം. പക്ഷെ ഈ IgM പോസിറ്റീവ് ആകുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാമോ, ടെർമിനേറ്റ് ചെയ്യണോ, എന്താണ് കുഴപ്പങ്ങൾ? ഇപ്പൊ റുബെല്ല എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ വാക്സിനേഷൻ എടുത്തവർക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓൾറെഡി ഇമ്മ്യൂൺ ആണ് അവര്. ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം തന്നെ MMR വാക്സിൻ എടുത്ത് ഇമ്മ്യൂൺ ആണ്. ഇൻ കേസ് അവരെങ്ങനെ ഇമ്മ്യൂണൈസേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, IgG IgM ടൈറ്റർ അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് പറ്റും, കുഞ്ഞിന് എന്ത് പറ്റും? ഈ സമയത്ത് ഈ വാക്സിനേഷൻ പ്രഗ്നൻസിയിൽ എടുക്കാമോ? പ്രഗ്നൻസിയിൽ ഒരിക്കലും ഈ വാക്സിനേഷൻ എടുക്കാൻ പാടില്ല. കാരണം ഇറ്റ് ഈസ് എ ലൈവ്, ചെറുതായിട്ട് ലൈവ് വാക്സിൻ ആണ്, അത് എടുക്കാൻ പാടില്ല. ഇൻ കേസ് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞ് പ്രഗ്നൻസി ആകണമെങ്കിൽ ഒരു 1 to മിനിമം 3 മന്ത്സ് കഴിഞ്ഞ് മാത്രമേ അടുത്ത പ്രഗ്നൻസി ആകാവൂ, ഇപ്പൊ എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇത് അഡ്വൈസ് ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ അടുത്ത പ്രഗ്നൻസി ഇല്ല. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ്നാറ്റലി ഈ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ റുബെല്ല വാക്സിൻ കൊടുത്താണ് ഇടാറുള്ളത്. പിന്നെ ഒന്നും പേടിക്കണ്ട. ഇൻ കേസ് ഈ വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ കുഞ്ഞിന് എന്ത് പറ്റും? കുഞ്ഞിന് വരുന്ന കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം വരിക, ചെവി അഫക്ട് ചെയ്യുക, കേൾക്കാതെ വരിക, അതുപോലെ തന്നെ ബ്രെയിനിന് പ്രോബ്ലം വരിക. ഈ 3 കാര്യങ്ങൾ കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് സ്കാനിങ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഫംഗ്ഷനിലാണ്, അനാറ്റമി സ്ട്രക്ചറൽ അനോമലി മാത്രമേ സ്കാനിങ്ങിൽ കിട്ടുകയുള്ളൂ. നമുക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റും. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് മാത്രമേ കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇൻ കേസ് നമ്മൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അത് ഫംഗ്ഷനിലാണ്. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എന്താ സൈഡ് എഫക്ട് വരും? ചിലർക്ക് അലർജി ഒക്കെ ഉള്ളവർക്ക് വാക്സിനേഷൻ അലർജികൾക്ക് അലർജി വരാം. ചിലപ്പോൾ അവിടെ ഒരു ചെറുതായിട്ട് ഒരു തടുപ്പ് പോലെ വരാം, ഒരു ചെറിയൊരു ഫീവർ വരാം, അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെതായി. പക്ഷെ റുബെല്ല നമുക്ക് ഈ 5-ാം പനിയൊക്കെ പോലെ റുബെല്ല വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റണമെന്നും ഇല്ല. കാരണം ഒരു ചെറിയൊരു ടയർഡ്നെസ്, ചെറിയൊരു കുഞ്ഞ് റാഷസ് പോലെ ചെറുതായിട്ട് പൊങ്ങി വരിക, ചെറിയ ഹെഡേക്ക്, ഇത്രയൊക്കെ കാണുള്ളൂ. അത് നമ്മൾ സാധാരണ അങ്ങ് മിസ് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനാണ്. അതാണ് പ്രഗ്നൻസി റുബെല്ല വന്നാലും കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അത് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിലിരിക്കും, നമ്മൾ ഈ വാക്സിനേഷൻ ഷെഡ്യൂൾ ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ റുബെല്ലയുടെ IgG IgM ചെക്ക് ചെയ്തിട്ട് പറയും, നിങ്ങൾ അതിന് ഇമ്മ്യൂൺ ആണ്, കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ പുതിയ രീതിയിൽ എല്ലാ കുട്ടികൾക്കും MMR വാക്സിൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഷെഡ്യൂൾ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. എടുക്കാത്തവർ മിസ് ചെയ്തവരുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ പിള്ളേരുടെ ഏജിലുള്ള പീഡിയാട്രീഷ്യനെ കണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ്, മാഡം എനിക്ക് സംശയമുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞ് മാത്രം പ്രഗ്നൻസി ആകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇതൊരു റുട്ടീൻ ഷെഡ്യൂളിൽ പെട്ടിട്ടുള്ള വാക്സിനേഷൻ അല്ല. താങ്ക് യു.